Hallelujah. Praise the Lord. Hallelujah. Hallelujah. നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. പ്രഭാതം മുതൽ ഈ സമയം വരെയും അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്നു നമ്മെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹാലലൂയ. ഹാലലൂയ. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഹാലലൂയ. ഹാലലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ്, അത്ഭുതകരമായി അതിശയകരമായി ഹാലലൂയ നാം ചിന്തിച്ചതിനപ്പുറമായി ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹാലലൂയ. 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 എങ്ങനെ, എപ്രകാരം, ഏത് വിധത്തിൽ എന്തായിത്തീരുമെന്ന് ചിന്തിച്ച ആമേൻ വിഷയത്തിനകത്ത് നീക്കുപോക്ക് നൽകി ആമേൻ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന്റെ കൃപയോർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. ഹാലലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചവനായിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകലിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ കൈപിടിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹാലലൂയ. ലോകരാജ്യങ്ങളിൽ അനേകർ കണ്ണുനീരിലും ദുഃഖത്തിലും പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ആമേൻ അകപ്പെട്ടപ്പോൾ അതിനകത്ത് ആമേൻ നീക്കുപോക്ക് നൽകി ആമേൻ നമ്മെ നടത്തിയ സർവകൃപാലുവായ ദൈവത്തിന്റെ ആമേൻ പരിപാലനം അനുഭവിച്ചവർ അധരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കാനിടയാകട്ടെ. ഹാലലൂയ. ഹാലലൂയ. സൂര്യകളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ നമ്മുടെ മധ്യമുണ്ടല്ലോ. ഹാലലൂയ. ഹാലലൂയ. ആളുകളുടെ പെരുപ്പത്തിലുള്ള ആത്മാക്കളുടെ ഒരുക്കത്തിൽ പ്രവർത്തിക്കുന്നവരായ ദൈവം. ഹാലലൂയ. ഇന്ന് സന്ധ്യയെങ്കിൽ നമ്മുടെ നടുവിലുള്ളതിനായി നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്ത്, മനസ്സ് നിറഞ്ഞവരെ അവനെ രക്ഷിക്കുന്ന ദൈവം. ഹാലലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമ്മുടെ ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. പ്രഭാതം മുതൽ കർത്താവ് ഈ സമയം വരെയും അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി ആമേൻ അവിടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി എല്ലാ പ്രിയപ്പെട്ടവരുമായിരുന്നെടുത്ത് അന്ന് സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ, അന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ യഹോവ അവനെ വിടുവിക്കുന്നുവെന്നുള്ള ആ തിരുവചന പ്രകാരം കർത്താവേ ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിച്ച, അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ച, അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച അത്ഭുതകര വഴികൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് വന്നു ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കർത്താവേ സമയം ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിപ്പാൻ ഞങ്ങളോടൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ സർവകൃപാലുവായ ദൈവം അവരെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. അവർ രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ അങ്ങ് മറുപടി കൊടുക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ പാടുവാൻ കൃപ നൽകിയാട്ട്, നല്ല വാചനങ്ങൾ ഞങ്ങൾക്ക് നൽകിയാട്ട്, ഇന്ന് രാത്രി ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ആദ്യം കേൾക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തി അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സർവകൃപാലുവായ ദൈവം ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം പരിശുദ്ധാത്മാവ് ദൈവം കൂടെ ഇരിക്കണം. രോഗികളായി, ദുഃഖിതരായി, ക്ഷീണിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആഗ്രതയോടെ ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. കർത്താവേ, പാപികൾ മനം തിരിയുവാൻ, പിൻപാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, കർത്താവേ വ്യക്തികൾ വിശുദ്ധ ജീവിതത്തിൽ ഉടമകളായി മാറുവാൻ സ്വർഗ്ഗമേ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടുന്ന് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമെന്ന്
ഇമ്പമേറിയ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കും. ലോകരാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് രാത്രി ഹൃദയങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തി ജനത്തെ അവിടുന്ന് ഒരുക്കുകയാണ്. കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാ നിലകളിലും അവിടുത്തെ സമാധാനം കൊണ്ടും അവിടുത്തെ സന്തോഷം കൊണ്ടും എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതി സ്തുതി Amen.
ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേൻ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ പാടുവാൻ, ഓ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവ് നമ്മെ സഹായിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവകൃപയെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ നമ്മുടെ വിശുദ്ധകാലങ്ങളിൽ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ നമുക്ക് പാടാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ആമേൻ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20, 21, 22 വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് ഇന്ന് രാത്രി നാം വചനം ചിന്തിക്കുവാനായി പോകുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20, 21, 22 വാക്യം. ആമേൻ. അതിന്റെ 20-ാം വാക്യം, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. 21, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യുകയുണ്ട്. കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഹല്ലേലൂയ. കൃപയാൽ ഈ ദിവസങ്ങളിൽ ലൈവിലൂടെ അനേകരിൽ നിന്ന് മാറി മാറി ദൈവത്തിന്റെ വചനങ്ങൾ ആമേൻ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മണിക്കൂറുകൾ ഇടവിട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അനേകം മീഡിയയിലൂടെ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ആമേൻ മണിക്കൂറുകൾ ഇടവിട്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. ആമേൻ. അതെ, കിസ്സായിട്ട് അങ്ങനെ മത്സരമായി ഏതെല്ലാം നിലകളിൽ
ദൈവത്തിന്റെ വചനം ആമേൻ എത്തിക്കാമോ, ആ നിലകളിലെല്ലാം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. കർത്താവിന്റെ വരവിന് മുന്നോടിയായി ലോകം മുഴുവൻ ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടണമെന്ന് ആമേൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പിൻ എന്നുള്ള വചനം. ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ സ്വർഗം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് സന്തോഷമുള്ളവർ അവരുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ആമേൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ആമേൻ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും. ആമേൻ. ഒന്നും കൂടെ അടിവരയിട്ട് അതെ ആ വചനം എല്ലാവരും മനഃപ്പാഠമാക്കണം. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശാന്തമായി നമുക്ക് ദൈവസന്നിധിയിൽ ഈ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനു മുന്നോടിയായി ആമേൻ അതെ സംഖ്യാപുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ഹല്ലേലൂയ. അടിമത്വത്തിൽ കടന്ന ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കുക അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ പേരാ മോശ. മോശ ഈ ഭൂമിയിൽ പിറക്കാതിരിക്കുവാൻ അഥവാ പിറന്നാൽ അവനെ കൊന്നുകളയുവാൻ സുതി കർമ്മണികൾ എന്ന് പറയുന്ന അവൻ ഒരു കൂട്ടം ആൾക്കാരെ അവൻ കൂലി കൊടുത്താക്കി വെച്ചിരിക്കുകയാണ്. അവൻ ഇസ്രയേലിനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവം കണ്ട അഭിഷക്തൻ ലോകത്തിൽ ജനിക്കാതിരിക്കുവാൻ കൽപ്പന അഥവാ ജനിച്ച അവനെ കൊന്നുകളയുവാൻ അന്നും ഇന്നും അവൻ കെട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തെ പുറത്തെടുക്കുവാൻ ദൈവം ഉപയോഗിക്കുവാൻ കണ്ടിരിക്കുന്ന അഭിഷക്തന്മാർക്കെതിരെ ശുദ്ധീകരണങ്ങളെ ആക്കി വെക്കുന്ന ഫറവോന്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്ന നായകന്മാരുള്ളപ്പോൾ അവൻ പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രിയിലും അവനെ വിശ്വസിച്ചായിരിക്കുന്ന അതേ ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവൻ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നീ ആരാധിക്കുന്ന ദൈവം ശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. ഇസ്രായേലിന്റെ മധ്യത്തിൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്ന സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. അവൻ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഇടയിൽ ചില പിണക്കങ്ങളും ചില ഇണക്കങ്ങളും ചില വെല്ലുവിളികളും ചില തർക്കങ്ങളും നിന്നെ മാത്രമേ ദൈവം കണ്ടിട്ടുള്ളൂ, നിന്നെ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ, അവൻ നിന്നെ ആരാണ് ആക്കിയത്, നിന്നെ ആരാണ് തിരഞ്ഞെടുത്തത്, ഇന്നും അപ്രകാരം ദൈവം ഉപയോഗിക്കുവാൻ കണ്ടിരിക്കുന്ന അഭിഷക്തന്മാർക്കെതിരെ ശക്തമായ അതേ പോരാട്ടവുമായി അതേ പിശാച് എഴുന്നേറ്റ് വരുമ്പോൾ ഹല്ലേലൂയ അവരുടെ പിറുപിറുപ്പിനെ നിർത്തലാക്കത്തക്ക വിധത്തിൽ അന്ന് പ്രവർത്തിച്ച കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവൻ. നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ ആമേൻ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ, ആമേൻ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ, ആമേൻ നിന്റെ വ്യക്തിപരമായ മുന്നേറ്റത്തിനെതിരെ, നിന്റെ ഭൗതിക നന്മയ്ക്കെതിരെ ആമേൻ വെല്ലുവിളിച്ച് പിറുപിറുത്ത് നിന്നെ ഒതുക്കുക. അതേ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന സകല വെല്ലുവിളികളുടെ നടുവിലും നിന്നെ കൈപിടിച്ചുയർത്തുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി അതേ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. അവൻ ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി
തളിർക്കും. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തെ വിളിച്ചോണ്ട് ഇറങ്ങിയവരാണോ അതോ ദൈവം വിളിച്ചിട്ട് ഇറങ്ങിയവരാണോ? ഹല്ലേലൂയ. ലോകത്തിൽ 2 ടൈപ്പ് ആളുണ്ട്. ആമേൻ. ദൈവത്തെ വിളിച്ചോണ്ട് ഇറങ്ങുന്നവരുണ്ട്, ദൈവത്തെ ചുമ്മിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവം വിളിച്ചിട്ട് ഇറങ്ങുന്നവരുമുണ്ട്, ദൈവത്താൽ നടത്തപ്പെടുന്നവരുമുണ്ട്. ഇന്ന് രാത്രി ആമേൻ ദൈവത്തെ വിളിച്ചോണ്ട് നടക്കുന്ന കൂട്ടത്തിലാണോ അതോ ദൈവം വിളിച്ചിറങ്ങിയ കൂട്ടത്തിലാണോ? ദൈവത്തെ ചുമ്മിക്കൊണ്ട് നടക്കുന്നവരുടെ കൂട്ടത്തിലാണോ അതോ ദൈവം നിന്നെ നടത്തുന്ന കൂട്ടത്തിലാണോ? ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. ആമേൻ. ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്, ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇലപൊഴിഞ്ഞ് വാടിപ്പോകുവാൻ അനുവദിക്കത്തില്ല, ഞാൻ തളിർക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിടുവിക്കപ്പെടും, ഞാൻ ദേശത്ത് ഉയർത്തപ്പെടും, ഞാൻ മാനിക്കപ്പെടും. കാരണം ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ഇന്ന് രാത്രി ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്തനെ, ദൈവം തെരഞ്ഞെടുത്ത ദൈവ പൈതലെ, നിനക്കെതിരെ, നിന്റെ വളർച്ചയ്ക്കെതിരെ പിറുപിറുക്കുന്ന, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ബിസിനസിനെതിരെ, ആമേൻ, നിന്റെ ആത്മീയ മുന്നേറ്റത്തിനെതിരെ, നിന്റെ ശാരീരിക സൗഖ്യത്തിനെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കെതിരെ പിറുപിറുപ്പുണ്ടാക്കി, അത് കൂട്ടുകെട്ടുണ്ടാക്കി നിന്നെ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ആമേൻ അതെ എല്ലാ പിറുപിറുപ്പുകളെയും നിർത്തലാക്കി അതെ നിന്നെ ദൈവം തെരഞ്ഞെടുത്തെന്ന് അതേ സാക്ഷിയാക്കി ഉയർത്തുന്ന രാത്രി എന്ന് പറഞ്ഞ ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിഞ്ഞ് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ആമേൻ. ആരാ പിറുപിറുക്കുന്നത്? ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി. ആരാ? ദൈവത്തിന്റെ ജനമേ. ഹല്ലേലൂയ. അഭിഷക്തനെ, അവൻ നിന്റെ കൂടെ ഇരിക്കുന്നവർ നിന്നെ ചോദ്യം ചെയ്യുന്നില്ലേ? നിന്റെ തെരഞ്ഞെടുപ്പിന്, നിന്റെ ശുശ്രൂഷയെ, അവൻ നിന്റെ മേൽ ദൈവം പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെ ചോദ്യം ചെയ്ത് നിന്നെ ഒതുക്കാൻ നോക്കുന്നവരുടെ പിറുപിറുപ്പിനെ നിർത്തലാക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ സംഖ്യാപുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വെക്കണം. ഹല്ലേലൂയ. എവിടെ വെക്കണം? ആമേൻ. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 17-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മോശയോട് ദൈവം അതെ സംസാരിക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ അതെ 17-6 വായിക്കുമ്പോൾ മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. നോക്കണമേ, അവൻ 12 വടി, ഈ 12 വടിയുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. അവൻ മോശ വടികളെ സാക്ഷ്യ കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്തു? വെച്ചു. അതിന്റെ 1 മുതൽ ഒന്ന് വായിച്ചു, വേഗം വായിച്ചു. 17 1 മുതൽ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഇസ്രായേൽ മക്കളോട് സംസാരിച്ച അവരുടെ പക്കൽ നിന്നും ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരിലും കണ്ടോ, ഗോത്രം എത്ര ഗോത്രം ഉണ്ടായാലും എത്ര ജാതി ഉണ്ടായാലും അതിൽ നിന്ന് ഗോത്രമായി ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തന്റെ വടിമേൽ അവന്റെ പേരെഴുതി. കണ്ടോ, ഓരോരുത്തന്റെ വടിമേൽ അവനവന്റെ പേരെഴുതി. ലേവിയുടെ വടിയുമേലോ അഹ്റോന്റെ പേര് എഴുതണം. കണ്ടോ, ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വയം മാറി നിന്നവന്റെ വടിയുടെ മേൽ അഹരോന്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടയമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വയ്ക്കണം. എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ശരിയാകത്തില്ല, എവിടെയെങ്കിലും പോയി ഇരുന്നാൽ ശരിയാകത്തില്ല. അവനവന്റെ പേരിൽ ഓരോ വടി. എന്നാൽ ലേവിയുടെ വടിയുടെ മേളിൽ അത് അഹരോന്റെ പേരെന്ത് ചെയ്യണം? എഴുതണം.
സ്തോത്രം. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നാൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാലോ ശരിയാവത്തില്ല. സമാഗമന കൂടാരത്തിൽ പഴയ നിയമകാലത്ത് അവൻ ഭക്തന്മാർ ദൈവ സാന്നിധ്യം അനുഭവിച്ചത് സമാഗമന കൂടാരത്തിൽ. അവൻ ആ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ അവൻ കൂടാരത്തിന്റെ ഏതെങ്കിലും മൂല പോയിരുന്നാൽ ഒക്കത്തില്ല, പ്രാകാരത്തിൽ ഇരുന്നാൽ ഒക്കത്തില്ല. അവൻ അതിവിശുദ്ധ സ്ഥലത്ത് അവൻ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെന്ത് ചെയ്യണം? വെക്കണം. ഹല്ലേലൂയ. അങ്ങനെ മോശ വടികളെ സാക്ഷ്യ കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ഇന്ന് രാത്രിയിലും അവൻ യഹോവയുടെ സന്നിധിയിൽ അവൻ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ഒരു ദൈവപ്രവൃത്തി നിന്റെയും ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കുമെന്ന് അവൻ സംഖ്യാപുസ്തകം 17:8 വായിക്കുമ്പോൾ, പിറ്റേന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. ആമേൻ. അത് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചിരുന്നു. ആമേൻ. അതെ, സസ്യോളജി നിമിത്തം. ഹല്ലേലൂയ. 5 വർഷം അവൻ പരിചരിച്ചെങ്കിൽ മാത്രമേ ബദാം കായ്ക്കത്തുള്ളൂ, പൂക്കത്തുള്ളൂ, ഫലമുണ്ടാകത്തുള്ളൂ. എത്ര വർഷം? 5 വർഷം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ബദാം ആമേൻ തൈ നട്ടിട്ട് 5 വർഷം അതിനെ പരിചരിച്ച് ആമേൻ പ്രതീക്ഷയോടെ ഇരുന്ന് ആമേൻ അതിൽ നിന്നൊരു ഫലമെടുക്കാൻ വേണ്ടി ഒരു കർഷകൻ ബന്ധപ്പെടുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നെടുത്ത് അഹരോന്റെ പേരെഴുതി വെച്ച വടി തളിർത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവം തെരഞ്ഞെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ കണക്കുകൂട്ടുകൾക്കപ്പുറം അവൻ കാലങ്ങൾ അവൻ ദീർഘമാകാതെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന അതേ വടിയുടെ മേൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം പ്രകൃതിയുടെ നിയമത്തെ ലംഘിച്ചിട്ടല്ല ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന അതേ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്ന സാക്ഷ്യ കൂടാരത്തിന്റെ അടുത്തിരുന്ന വടി അതേ ഒറ്റ രാത്രി കൊണ്ട് തളിർക്കുകയല്ല, അത് കായ്ക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ എന്റെ രാത്രിയിലും ഒരു സാക്ഷ്യമുള്ളവനായി അതേ മഹിമകന്റെ സാക്ഷിയായി അവൻ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവ പൈതല് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന നീ ആയിരിക്കുന്നിടത്ത് അത് ആശ്ചര്യത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഫലം കായ്ക്കത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം ഇന്ന് രാത്രി അത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന ജോലി മേഖലയിൽ, നീ ആയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുക. ദൈവം ശക്തിയുള്ളവർ ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. അതെ, ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന സമാഗമന കൂടാരത്ത് അതെ വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വെക്കണം. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നെടുത്ത് അതേ പ്രാർത്ഥന റൂമിനകത്ത് നീ മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിക്കുന്നത് വൃഥാവാകത്തില്ല, നീ ഉപവസിക്കുന്നത് വൃഥാവാകത്തില്ല. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ ഒരു അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി അവയെ നിന്നിലൂടെ ദേശാംഗാന്റെ വെളിപ്പെടുക. അതേ ഇസ്രായേൽക്കാരന്റെ അഹരോന്റെ വടി തളർത്തപ്പോ അതേ ഇസ്രായേലിന്റെ പിറുപിറുപ്പ് നിന്നതുപോലെ ഇന്ന് നിനക്കെതിരെ പിറുപിറുക്കുന്ന അതേ നിനക്കെതിരെ വിരൽ ചൂണ്ടുന്ന നിന്റെ ശുശ്രൂഷക്കെതിരെ നിന്റെ മേലുള്ള അഭിഷേകത്തിനെതിരെ നിന്റെ മേലുള്ള ദൈവിക പ്രസൻസിനെതിരെ അതേ പിറുപിറുക്കുന്ന എല്ലാ പിറുപിറുപ്പുകളും നിന്റെ രാത്രി നിർത്തത്തക്ക വിധത്തിൽ നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുക. ദൈവം ശക്തിയുള്ളവർ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ പിറ്റേന്നാൾ മോശ സാക്ഷി കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്തും
പൂത്തുബദാം ഫലം കായ്ച്ചിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ആമേൻ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനോ നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനോ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിങ്ങൾ അപേക്ഷിക്കുന്നത് അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അവൻ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, അഹരോന്റെ വടി തളിർക്കാൻ കാരണം ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമായില്ല, ആമേൻ, ദൈവ സാന്നിധ്യം ആമേൻ വെളിപ്പെടുന്ന ഇടത്ത് ആമേൻ അതെ നിൽക്കുവാൻ ഇരിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 16-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആമേൻ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. ആമേൻ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നോക്കിക്കേ, ഒറ്റ രാത്രി കൊണ്ട് 5 വർഷം ആമേൻ കർഷകൻ കാത്തിരുന്ന് ആമേൻ അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് ആമേൻ അതിനെ പരിചരിച്ച് ആമേൻ അതേ വിളവെടുപ്പിന് വേണ്ടി ഒരു കർഷകൻ കാത്തിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് തളിർക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്ന്. ആമേൻ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ ആമേൻ നിനക്ക് വേണ്ടി ആമേൻ അത് വേഗത്തിൽ ആമേൻ ചിലത് കൽപ്പിച്ചാക്കുക, വേഗത്തിൽ നിനക്ക് വേണ്ടി ചിലത് സ്ഥാപിക്കുക, ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക അധികാരമുള്ളവൻ. സഹോദര, നിന്റെ ജോലി മേഖലയിൽ നീ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് അവൻ നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം അവൻ നിനക്കെതിരെയുള്ള സകല പിറുവെറുപ്പ് നിർത്തി നിന്നെ മാനിപ്പാൻ ദൈവം ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. അവൻ അതെ കുടുംബ ജീവിതത്തിനെതിരെ, വിദ്യാഭ്യാസ ജീവിതത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിച്ച് ഉയർന്നു വരുന്ന സകല വെല്ലുവിളികളെയും ഇല്ലാതാക്കിക്കൊണ്ട് അവൻ നിന്നെ മാനിപ്പാൻ ദൈവം ശക്തിയുള്ളവൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആമേൻ. അതെ, ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. എന്തിനാ തെരഞ്ഞെടുത്തത്? പോയി ഫലം കായ്ക്കാൻ. നീ പോകുന്നിടത്ത് അതെ നീ ഫലം കായ്ക്കാൻ പോകുകയാ. അവൻ നീ ചെല്ലുന്നിടത്ത് നീ പ്രയോജനപ്പെടുവാൻ പോകുകയാ. നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ചെന്ന അതേ സ്ഥാപനത്തിൽ, ഏത് രാജ്യത്തിലായാലും അതെ നീ നിമിത്തം അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാ. അത് വലിയ റിസൾട്ട് ഉണ്ടാകാൻ പോകുകയാ. ആമേൻ. നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, നാളുകളായി മറുപടി ഇല്ലാത്ത വിഷയത്തിന്മേൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ നോക്കി പറയുന്നു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. നിങ്ങളുടെ ഫലം ആമേൻ ഫലം കായ്ച്ചു കൊഴിഞ്ഞു പോകുക. ജോലി ചെയ്തു, ശമ്പളം മേടിച്ചു, ആമേൻ അത് എതിരെ പോയെന്ന് അറിയത്തില്ല. ആമേൻ ആ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ശരീരത്തിൽ ഒന്നും കാണാനില്ല. എന്നാൽ ഇന്ന് രാത്രി അതിന് അറുത് വരുത്തി ആമേൻ നിന്റെ ശരീരം പുഷ്ടിയുള്ളതാകത്തക്ക വിധത്തിൽ ആമേൻ നീ അധ്വാനിക്കുന്ന ഫലം നീ അനുഭവിക്കത്തക്ക വിധത്തിൽ ആമേൻ നീ പോകുന്നിടത്ത് സമാധാനം അനുഭവിക്കത്തക്ക വിധത്തിൽ, സന്തോഷം അനുഭവിക്കത്തക്ക വിധത്തിൽ ആമേൻ നിനക്കെതിരെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന, നിന്റെ ആരോഗ്യത്തെ ചോർത്തിക്കളയുന്ന, നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന സകല വെല്ലുവിളികളെ, സകല പിറുപിറുപ്പിനെ ഇന്ന് രാത്രി സ്വർഗം വെട്ടിമാറ്റി ആമേൻ നീ ഫലം കായ്ക്കത്തക്ക വിധത്തിൽ നിന്റെ ആറ്റിനകത്ത് നട്ട് ഒരു വൃക്ഷം പോലെ നിന്നെ സംരക്ഷിച്ച് വളർത്തുവാൻ അധികാരമുള്ളവർ. ഹല്ലേലൂയ. ആമേൻ. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകണം, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം, നീ ഉപവസിക്കുവാൻ തയ്യാറാകണം, നീ ദൈവവചനം ധ്യാനിപ്പാൻ തയ്യാറാകണം. അപ്പോൾ ഹല്ലേലൂയ ഇലവാടാത്ത വൃക്ഷം പോലെ ആമേൻ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. യോഹന്നാൻ 15:7 വായിക്കുമ്പോൾ അവൻ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ. നമ്മൾ അപേക്ഷിക്കുക തയ്യാറാ, പക്ഷെ ലഭിക്കുന്നില്ല. അത് ലഭിക്കണമെങ്കിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും എന്ത് ചെയ്യണം? വസിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ 6:70 വായിക്കുന്നത്, യേശു അവരോട് നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്യുന്നതിലും അധികം തന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്
തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടി താൻ തെരഞ്ഞെടുത്ത അല്ലെ 12 പേരെയും കർത്താവ് തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ചീട്ടിട്ട് ഇലക്ഷൻ ഇട്ട് ആമേൻ തെരഞ്ഞെടുക്കുന്നത് പോലെ അല്ല കർത്താവ് തെരഞ്ഞെടുത്തത്. ആമേൻ കർത്താവ് തെരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ 12 പേരെ തെരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. ഇത് അവൻ ശീമോൻ ഇസ്കറിയോത്തിന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. ഇന്ന് പകല് ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോ ഈ 12 പേരെ തെരഞ്ഞെടുത്തിട്ട് അതിൽ ഒരുത്തനെ കുറിച്ച് ഒരു ദൂത് കർത്താവ് എന്ത് ചെയ്തു പറഞ്ഞു. യോഹന്നാൻ 13:18 നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല പറയും, നിങ്ങൾ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഇന്ന് രാത്രിയിലും ആമേൻ ദൈവം തെരഞ്ഞെടുത്ത എന്നെ നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ ഭാവി എന്താകുമെന്ന് അറിയുന്നവൻ, ആമേൻ നാളെ നീ ആരാകുമെന്ന് അറിയുന്നവൻ. ഹല്ലേലൂയ. പറയുക, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഈ മെസ്സേജ് കേട്ടിട്ട് വിലയിരുത്തണ്ട. ആമേൻ നിങ്ങൾ എന്നിൽ നിന്ന് ഈ വചനം കേട്ടിട്ട് നിങ്ങൾ തല പുകഞ്ഞ് നിങ്ങൾ ഉറക്കം കെടുത്തണ്ട. കർത്താവ് പറയുകയാണ്, നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു. ഹല്ലേലൂയ. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം എഴുതിയിരിക്കുന്നതേ നിവൃത്തിയാകത്തുള്ളൂ. അതിനും അപ്പുറത്ത് ഞാനും നിങ്ങൾ എന്ത് തന്നെ ആകാൻ നോക്കിയാലും ആകാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അവൻ ഈ 12 പേരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു സംസാരിച്ചപ്പോ അവർക്ക് ആകപ്പാടെ വല്ലാത്ത പ്രയാസമായി. അവൻ ആ പ്രയാസത്തെ കർത്താവ് നീക്കിയിട്ട് പറഞ്ഞു, അവൻ നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അവൻ തെരഞ്ഞെടുത്തവൻ അറിയാം നീ ആരാകുമെന്ന്. സ്തോത്രം. തെരഞ്ഞെടുപ്പിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതെ, വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അത് ചെയ്യുന്നവരായിട്ട് എന്ത് ചെയ്യണം. ആമേൻ. എത്ര കേട്ടാലും അത് അംഗീകരിക്കാത്ത, എത്ര കേട്ടാലും അനുസരിക്കാത്ത ആളുകൾ ഉണ്ടല്ലോ. ആമേൻ. അതെ, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20, 21, 22 വാക്യമല്ലേ നമ്മൾ കുർവാക്യം വായിച്ചത്. നമ്മൾ അവിടേക്ക് വരിക. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഇന്ന് രാത്രിയിലും വചനം കേട്ട് ദൈവം തെരഞ്ഞെടുത്ത്, ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തത്, ദൈവമാണ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കാനാ. ഫലം കായ്ച്ചത് കൊഴിഞ്ഞു പോകുന്ന അനുഭവമാണോ? ഇന്ന് രാത്രി നീ തിരിച്ചറിയുക, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നിന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണ്, നിന്നെ ആക്കി വെച്ചത് ദൈവമാണ്, നിന്നെ അയക്കുന്നത് ദൈവമാണ്. എന്നാൽ ദൈവത്തിന്റെ നീതി നീ അപേക്ഷിക്കുന്ന അപേക്ഷയ്ക്ക് മറുപടി കിട്ടാതെ നീ കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് ദൈവം പറയുന്നു, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, നിന്നിലുള്ള കോപം അതെ ജഡത്തിന്റെ സ്വഭാവമാണ് കോപം. സ്തോത്രം. ആമേൻ. നിന്റെ കൂടെയായിരിക്കുന്നവർ നിമിത്തം, നിന്റെ വീട്ടിലായിരിക്കുന്നവർ നിമിത്തം, നീ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ചില പ്രിയപ്പെട്ടവർ നിമിത്തം ആമേൻ നീ കോപം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ കോപം വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ആമേൻ, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതി എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. സ്തോത്രം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൈമതയോടെ കൈക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ വചനം ആമേൻ നിന്റെ അകത്തെ മനുഷ്യനെ ശക്തീകരിപ്പാനും രക്ഷിപ്പാനും ശക്തിയുള്ളതാ. തിരിച്ചറിയുന്നവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13:26 വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത്, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന് ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്ന
ആകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് ക്രിസ്തുവേശുവിലൂടെ ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ആമേൻ അതേ രക്ഷയുടെ വചനം ആർക്ക് അയച്ചിരിക്കുന്നത്? അതേ നമുക്കാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, അതേ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ അത് വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നീ കേൾക്കുന്ന വചനം ആമേൻ നിന്നെ ശക്തീകരിക്കുന്നതാണ്. ആമേൻ അത് രക്ഷയ്ക്കായി ദൈവശക്തിയായി അത് വെളിപ്പെട്ടു വരുന്നതാണ്. ആമേൻ നീ ലജ്ജിച്ച് തലകുലിച്ച് ആമേൻ ഗുരുവിറുക്കുന്നവരുടെ മുമ്പിൽ അതേ കണ്ണുനീരും ദുഃഖവുമായി ഇരിക്കുവാൻ അനുവദിക്കുന്ന വചനമല്ല നീ കേൾക്കുന്ന വചനം. നീ കേൾക്കുന്ന സുവിശേഷം ആമേൻ നീ ലജ്ജിക്കപ്പെടുവാനുള്ളതല്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്കെന്തില്ല? ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയാ. ഇന്ന് രാത്രി നീ കേൾക്കുന്ന വചനം നിന്നെ ശക്തീകരിക്കുവാൻ ഉതകുന്ന വചനമാകയ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് അതേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്ത പൗലോസിനെ പോലെ ഏത് സാഹചര്യത്തിലും പറ്റുപോകാതെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ദൈവകൃപ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ അതേ കലങ്ങളടിച്ച് കർത്താവിനെ കൊടുത്താണ്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് ഇന്ന് രാത്രി ആമേൻ രക്ഷയ്ക്കുള്ള വചനം അതേ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു അവനെ കുറിച്ച് കേട്ട് വിശ്വസിക്കുകയും ചെയ്തിട്ട് ഹല്ലേലൂയ അതേ സകല മനുഷ്യർക്കും രക്ഷാകരമായ കൃപ ഉദിച്ചിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ അത് ജാതിയില്ല, കളറില്ല, വിദ്യാഭ്യാസമോ കുലമോ പണമോ ഒന്നും നോക്കാതെ സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ കുറിച്ച് എനിക്കെന്തില്ല? ലജ്ജയില്ല. അത് വിശ്വസിക്കുന്നവർക്ക് എന്താണ്? ദൈവശക്തിയാണ്. യാക്കോബ് 1:22 എങ്കിലും ഈ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആമേൻ കേൾക്ക മാത്രം ചെയ്യാതെ തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞത് ആമേൻ നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളോട് സുവിശേഷം എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. ആകെയാ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കയാ നിങ്ങൾ പുറപ്പെട്ടു അതെ പോയി ഫലം കായ്ക്കുവാനത്രേ എന്നെ നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അവൻ മത്തായി 7:21 വായിക്കുന്നത് ഇങ്ങനെയാ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരേവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അവൻ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയിരുന്ന് കർത്താവേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്താ പിതാവിന്റെ ഇഷ്ടം? ഞാനും നീയും പോയി ഫലം കായ്ക്കണം. അവൻ കായ്ക്കണമെന്നുണ്ടെങ്കിൽ അതേ ഒറ്റ രാത്രി കൊണ്ട് അഗരോന്റെ വടി തടുത്തതുപോലെ അവൻ പഴക്കമോ തടക്കമോ പറയുവാനില്ല, പാരമ്പര്യമില്ല. അവൻ ഒറ്റ കാര്യം ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് ഇരിക്കുന്ന വടി അവൻ തടുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ബാലിക മുറിയിൽ മുഴങ്ങാൻ തുടങ്ങിയ വാഗ്ദത്തം കേട്ട ശിഷ്യന്മാരെ അസാധാരണമാകുന്ന ദൈവശക്തി വെളിപ്പെട്ടപ്പോ അവർ പോയെടുത്തൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നിമിത്തമായെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറവായിരിക്കാം, ഒരുപക്ഷെ സൗന്ദര്യം കുറവായിരിക്കാം, ഒരുപക്ഷെ ബാങ്ക് ബാലൻസ് കുറവായിരിക്കാം, അവൻ ഒരുപക്ഷെ പലരും കുറവണെന്ന് പറഞ്ഞ് അവൻ നിന്നെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് ഇരിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തിയുള്ളവർ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച്
ഹല്ലേലൂയ. അതുകൊണ്ടത്രേ നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ എന്നിൽ വസിക്കുക, എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് പിതാവ് നിങ്ങൾക്ക് നൽകി തരും. നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണോ? നീ ആരാധിക്കുന്ന ദൈവവൈദ്യനാണോ? നീ ദൈവവചനം അനുസരിക്കുന്ന ദൈവവൈദ്യനാണോ? ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആമേൻ നിനക്കെതിരെയുള്ള പിറുപിറുപ്പിനെ ഇല്ലാതാക്കി ആമേൻ ദേശത്ത് നിന്നെ മാനിപ്പാൻ ദൈവം ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. ആമേൻ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നിങ്ങളുടേതായ ദർശനത്തെ, നിങ്ങളുടേതായ കാഴ്ചപ്പാട് തെറ്റിക്കുവാൻ അനേകർ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് കർത്താവ് വിളിച്ചിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനിലൂടെ ദൈവസഭയോട് ഇടപെടുകയാണ്. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ ആരാകുന്നു? നീതിമാനാകുന്നു. അപ്പൊ എന്റെ നിങ്ങളുടെ പ്രവൃത്തി എപ്രകാരമായിരിക്കണം? ആമേൻ. യോഹന്നാൻ 3:8 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മക്കളാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന, നിന്റെ തലമുറയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന, നിന്റെ കൂടപ്പുറപ്പിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന, നിന്റെ ജീവിത പങ്കാളിയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന തിന്മയുടെ ഉറവിടമായ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ ശക്തനായ യേശുവിന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. അത് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. എഫേസ്യർ 4:22 മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ആമേൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് എങ്ങനെ ജീവിച്ചോ ആമേൻ അതുപോലെ ആകാതെ ആമേൻ നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യരെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. അവൻ ഫലം കായ്ക്കണമോ? അവൻ കിളിർക്കണമോ? തളിർക്കണമോ? അവൻ ദൈവ സാന്നിധ്യം ഉള്ളെടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തി, അതിനെ വളർത്തി, അതിനെ വലുതാക്കി. അതാണ് വെളിയിൽ. ഹല്ലേലൂയ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ എന്ത് ചെയ്യണം? ധരിച്ചുകൊള്ളുവീൻ. എഫേസ്യർ 4:25 ആകയാൽ ബോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ആമേൻ. ഇത് ദൈവസഭയ്ക്കകത്ത് ആയിരിക്കുന്ന ദൈവമക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഫലം കായ്ക്കേണ്ടവരാ. ദൈവം തെരഞ്ഞെടുത്തതാ. ആമേൻ. ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് പലപ്പോഴും ഇരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആരാ നിനക്ക് തടസ്സം? നീ തന്നെയാ. ആമേൻ. നിന്റെ അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ നീതി സംബന്ധിച്ച് ഹല്ലേലൂയ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും അല്ലെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ എന്ത് ചെയ്യണം? ആകയാൽ ബോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. എഫേസ്യർ 4:32 നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സരിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തു, ആക്കി വെച്ചിരിക്കുക. പോയി ഫലം കായ്ക്കണം. ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് 1 അല്ല 2 അല്ല 3 അല്ല 21 അല്ല 40 അല്ല മുറയ്ക്ക് മുറേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല?
ക്ഷമിക്കാൻ പറ്റുന്നില്ല. എഫെസ്യർ 5:3 വായിക്കുന്നത്, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ഹല്ലേലൂയ. എഫെസ്യർ 5:4 ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത് ഒരു വിശുദ്ധന്റെ വീട്ടിൽ. അതെ, വിശുദ്ധന്റെ വീട്ടിൽ അവൻ TV, ഇന്റർനെറ്റ് ഒക്കെ ഓൺ ചെയ്ത് അശ്ലീലമായ വാക്കുകളും അശ്ലീലമായ പ്രവൃത്തികളും അവൻ കേൾക്കത്തക്ക വിധത്തിൽ ട്യൂൺ ചെയ്ത് വെച്ചാൽ വിശുദ്ധന്മാർക്ക് ഉചിതമെന്ത? ചീത്തത്തരമല്ല, പൊട്ടച്ചല്ലല്ല, കളിവാക്കല്ല, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. പിന്നെന്താ വേണ്ടത്? സ്തോത്രം അത്രേ വേണ്ടത്. എല്ലാറ്റിനും സ്തോത്രം. അല്ലെ, ഇടപെടാതെ സ്തോത്രം ചെയ്യുവിൻ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ വീട്ടിൽ ഉചിതമായ വിധം ആമേൻ ഇപ്രകാരം ആയിരിക്കുന്നുവെങ്കിൽ നീ ആയിരിക്കുന്നിടത്ത് ഫലം കായ്ക്കുമെന്ന്. നീ ഒരു വിശുദ്ധനാണെങ്കിൽ ആമേൻ നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ പാർക്കുന്ന ഭവനത്തില്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് വിശുദ്ധന് ഉചിതമാവണ്ണം സ്തോത്രം. ദുർനടപ്പ്, യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പറയുക പോലും അരുത്. എഫെസ്യർ 5:6 വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അതെ, തർശീസിലേക്ക് കേറിപ്പോയ ആമേൻ നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീസിലേക്ക് പോയ യോന നിമിത്തം, അനുസരണക്കേട് കാണിച്ചത് നിമിത്തം ആ കപ്പലിലുള്ളവർ മുഴുവൻ അയ്യം വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കേണ്ട ഞാനും നിങ്ങളും വ്യർത്ഥ വാക്കുകളാൽ അതേ ചതിക്കപ്പെട്ട് ആമേൻ ദൈവകോപത്തിന് ഇരയാകരുത്. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർ 5:7 നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മത്തായി 13:3 വായിക്കുമ്പോൾ അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ആമേൻ. അതെ, മത്തായി 13:23 നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞു 100, 60, 30 മേനി എന്ത് ചെയ്യുന്നു? അതെ, വിളവ് നൽകുന്നു. ഹല്ലേലൂയ. ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മണ്ണിനിടയിൽ വീണു, നല്ല സ്ഥലത്ത് വീണു. മുള്ളിനിടയിൽ വന്നത് ഞെരിഞ്ഞ് അതേ പാറ വീണത് അതേ ഉണങ്ങിപ്പോയി, കാക്ക കുത്തിപ്പറക്കി. എന്നാൽ നല്ല സ്ഥലത്ത് വീണത് എന്ത് ചെയ്തു? 100, 60, 30 മേനി ഫലം നൽകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ആമേൻ നല്ല സ്ഥലത്ത് വീണ വിത്ത് പോലെ അത് 100, 60 ആമേൻ മേനിയായി വിളയത്തക്ക വിധത്തിൽ ഇടയായി തീർന്നുവെന്ന് ഉപമയിലൂടെ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് വെളിപ്പെടുത്തി കൊടുത്ത ജീവന്റെ വചനം. ആമേൻ. നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ, നിങ്ങളെ ഫലമുള്ളതാക്കി മാറ്റുവാൻ, നിങ്ങൾ തളിർത്ത് ആമേൻ അതെ കായ്ച്ച് ഫലമുള്ളതായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുക. നോക്കുക, ഒരു കർഷകൻ 5 വർഷം സമയമെടുത്ത് പരിചരിച്ച് ആമേൻ അതെ ബദാമിൽ നിന്നൊരു ഫലം എടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് ആമേൻ അതെ അഹരോന്റെ വടി തളിർത്ത് അതേ ബദാം എടുക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളെടുത്ത് ആമേൻ വടി വെച്ചപ്പോ അതിൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ട് പ്രകൃതിയെ ആമേൻ അനുകൂലമാക്കിയിട്ടല്ല, ആമേൻ ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതിയുടെ നിയമത്തെ ലംഘിച്ചുകൊണ്ടല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇസ്രായേലിന്റെ പിറുവെറുപ്പ് നിർത്തുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷക്തനെ, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവൈതലെ ഒരു സംശയവും വേണ്ട. ആമേൻ. നിന്നെ ദേശത്ത് ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ പൂട്ടിക്കെട്ടുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ, നിന്റെ പേരുള്ള ദൈവവിളിയെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ, നിന്റെ പേരുള്ള അഭിഷേകത്തെ ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിൽ അവരുടെ പിറുവിറുപ്പിനെ ഇല്ലാതാക്കി ആമേൻ നിന്നെ മാനിപ്പാൻ ഫലമുള്ളതാക്കി മാറ്റുവാൻ ദൈവം ശക്തിയുള്ളവർ, തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക.
ഹല്ലേലൂയ. അതുകൊണ്ട് അത്രേ റോമാലേഖനം 1:16 നാം വായിച്ചത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഇന്ന് രാത്രി സത്യവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ നീ തയ്യാറാണോ? ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവൻ ഇതിൽ പ്രകാരം നീ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ മുട്ടുമടക്കുമ്പോ നീ കേട്ട വാഗ്ദത്ത അവൻ നിന്റെ പേർ വെളിപ്പെട്ടു വരുക. അവൻ ആ ദൈവശക്തി പ്രാപിച്ചു നീ എഴുന്നേൽക്കുമ്പോ നീ പോകുന്നിടത്ത് അവൻ നിനക്കെതിരെ വിരൽ ചൂണ്ടുന്നവരുടെ മുമ്പ് അവൻ അതെ നിന്നെ മാനിപ്പാൻ ദൈവം ശക്ത. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവൻ അത് രോഗികൾ സൗഖ്യമാകുക, പാപികൾ മനം തിരിയുക, നിന്റെ പ്രസംഗത്തിലൂടെ ആയിരങ്ങൾ മാനസാന്തരപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അതെ നിന്നിലൂടെ ഫലമുള്ളതായി കാണുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ലൂക്കോസ് 11:28 അതിന് അവൻ അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ആരാ ഭാഗ്യവാന്മാർ? ഹല്ലേലൂയ. അതെ, ലൂക്കോസ് 11:27 വായിക്കുമ്പോൾ ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആമേൻ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, പതുക്കിയല്ല കേട്ടോ, ആരും കേൾക്കാതെയല്ല, പുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ അരുമനാഥനോട് ഒച്ചത്തിൽ, നിന്നെ ചുമന്ന ഉദരവും. നോക്കണേ, കർത്താവിനെ ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ച മറിയ, ഭാഗ്യമുള്ളവൻ എന്ന്, ഭാഗ്യമുള്ളവ എന്ന്, ആമേൻ ഭാഗ്യമുള്ള സ്ത്രീ എന്ന് ആമേൻ അതെ പറഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു കൊടുത്ത മറുപടിയാണ്, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? പള്ളി പണിതു, നോട്ടീസ് ഒട്ടിച്ചു, കർത്താവിന്റെ പേരിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, അവരല്ല ഭാഗ്യവാന്മാർ. പിന്നെ ആരാ ഭാഗ്യവാന്മാർ? ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അതെ, മോശയുടെ കാലത്ത് അവൻ ദൈവത്തിന്റെ സത്യത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് അവൻ അതേ സമാഗമന കൂടാരത്തിൽ ഞാൻ വെളിപ്പെടുന്നെടുത്ത് വടി കൊണ്ടുവച്ച അവൻ ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി എന്ത് ചെയ്യും? തളിർക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. നീ കേട്ട വചനം അവൻ കേട്ട് അവൻ വെറുതെ ഇരിക്കാതെ അത് അനുസരിക്കുന്നവരായി അത് ചെയ്യുന്നവരായി തീരുകയാണെങ്കിൽ നീ ഭാഗ്യവാനാണെന്ന്. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ 5 വർഷം കൊണ്ട് കായ്ക്കേണ്ട പൂക്കേണ്ട ബദാം ആമേൻ ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്തു? ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക, കണ്ണുകളെ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി നിന്നെ ഫലമുള്ളതാക്കി മാറ്റുന്ന കർത്താവ് ആമേൻ നിന്നിലുള്ള ആമേൻ അതേ ക്രമക്കേടുകൾ ആമേൻ എന്താ വായിച്ചു കേട്ടത്? ആമേൻ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നീതിയോട് ഉത്തരം നൽകുന്ന ദൈവം നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ എവിടെയാണ് ക്രമീകരിക്കപ്പെടുവാനുള്ളത്? ഇന്ന് രാത്രി ആമേൻ നിന്നിൽ ദൈവം കാണാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം കളഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുക. ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത്, ദൈവം അയക്കുന്നിടത്ത് പോയി ഫലം കായ്ക്കുവാൻ ഉദകത്തക്ക വിധത്തിൽ ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് വെച്ച അഹ്റോന്റെ വടി പോലെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഇസ്രായേൽ മക്കളുടെ പിറുവെറുപ്പ് നിർത്തലാക്കിയ ദൈവം നിനക്കെതിരെയുള്ള സകല പ്രശ്നങ്ങളെയും ഇന്ന് രാത്രി നിർത്തലാക്കി. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ജോലിക്കെതിരെ, നിനക്കൊരു തലമുറ ഉണ്ടാകുന്നതിന് തടസ്സമായി, നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് തടസ്സമായി, നിന്റെ ബിസിനസ് ആമേൻ നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി, നിന്റെ വീടിന്റെ പണി മുടങ്ങിക്കിടക്കുന്നത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ യേശു മതിയായി. ദൈവ സാന്നിധ്യമുള്ളെടുത്ത് ആമേൻ അതേ ഇരുന്ന വടി. ഹല്ലേലൂയ. നിനക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ട്. ഹല്ലേലൂയ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്.
ഇവിടെ കൊണ്ട് കേവലം തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇതിനപ്പുറത്തേക്ക് നാം പോകേണ്ടവരാ. കർത്താവ് വരാൻ സമയമായി. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി തകർക്കുവാൻ ഇടയാക്കിയ ദൈവം, ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അവർക്കെതിരെയുള്ള പിറുപിറുപ്പുകളെ നിർത്തലാക്കി ദേശത്ത് മാനിപ്പാൻ ഫലം കായ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവനാക്കുന്ന ദൈവം, ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവർക്കെതിരെയുള്ള എല്ലാ പിറുപിറുപ്പുകളും അവരുടെ തലമുറകളെ വശത്തിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന എല്ലാ പൈശാചിക പ്രവൃത്തി കലർത്തുന്നു കർത്താവ് ഇന്ന് രാത്രി നീക്കുപോക്ക് നൽകി. ആ മേൽ തലമുറകൾ ഫലം കായ്ക്കത്തക്ക വിധത്തിൽ നിത്യരാജ്യത്തിന്റെ അവകാശികളായി സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരുന്നതാകയാ. കർത്താവെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ കർത്താവെ ഫലം കായ്ക്കുവാൻ കർത്താവ് കൃപ കൊടുത്താട്ടെ. അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകും, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകും, ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകും. രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവം മറുപടി കൊടുത്താട്ടെ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരം നമുക്ക് ലൈവിൽ ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.